ഉണ്ടാക്കി കൊടുത്തു. എത്രത്തോളം നിങ്ങൾ പരിശോധിക്ക്, എത്രത്തോളം ഫാഷിസത്തോട് നിർത്താതെ പൊരുതേണ്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഫാഷിസ്റ്റ് വിരുദ്ധതയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതാണല്ലോ CPM. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നരേന്ദ്രമോദി വിചാർമഞ്ചിന്റെ നേതാവിനെ ചുവന്ന മാലയിട്ട് സ്വീകരിക്കുമാറ് കേരള രാഷ്ട്രീയത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമാറ് അതൊരു വിഷയമായില്ല, അത് ചർച്ചയായില്ല. ദേശാഭിമാനിയുടെ കവർ പേജിൽ നരേന്ദ്രമോദിയുടെ പ്രചരണ വാർത്തകൾ വരുന്നത് ഇന്നലെ കണ്ടു ലോകം. ഞെട്ടിപ്പോയില്ലേ നമ്മൾ? മോദി പതുക്കെ പതുക്കെ ഒരു സ്വീകാര്യതയുടെ രാഷ്ട്രീയം ഉണ്ടാക്കി. എന്റെ മെയിലിലേക്ക്, നിങ്ങളുടെ വേങ്ങരയുടെ ഉൾഗ്രാമത്തിലെ മുഹമ്മദിന്റെ, ജോസഫിന്റെ, രാജുവിന്റെ മെയിലിലേക്ക്, ട്വിറ്ററിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, അത് നിങ്ങളുടെ ടെലഗ്രാമിലേക്ക്, നിങ്ങളുടെ വാട്സാപ്പിലേക്ക് മോദി വന്നു. രാവിലെ മെയിൽ തുറക്കുമ്പോൾ ഹേയ് ബ്രദർ, മോദിയുടെ സംബോധന. വാട്സാപ്പ് എടുക്കുമ്പോൾ അതിനകത്ത് മോദിയുടെ ഒരു ഗ്രൂപ്പ് വന്ന് ലയിക്കുകയാണ്. എങ്ങനെയാണിത്? എങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സുകൾ മോദിക്ക് ലഭിക്കുന്നത്? ആപ്കോ, ഗൂഗിൾ അടക്കമുള്ള വലിയ നെറ്റ്വർക്കിംഗ് മുതലാളിമാരുടെ കൈകളിൽ നിന്ന് ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമത്തിലെയും ജനങ്ങളുടെ അവരുടെ ID പ്രൂഫുകൾ ശേഖരിച്ച് അവരുമായി സംവദിക്കുന്നു. മോദി ഇത്ര ഭീകരമായി, മോദി ഇത്ര പണമിറക്കി ലോകത്തിലെ മുഴുവൻ ഏറ്റവും വലിയ നെറ്റ്വർക്കിംഗ് ഏജൻസിയെ പിടിച്ച് താൻ ഇവിടെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു പത്രക്കാരൻ, നിങ്ങൾക്ക് എന്താണ് അവരെ കൊന്നു തള്ളിയതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? മോദി പറഞ്ഞത്, മനുഷ്യൻ ഡൽഹി ലക്ഷ്യം വെച്ച് പറക്കുകയാണ്, കോടികൾ അതിനെ മുടക്കുകയാണ്, അയാൾ സ്വാഭാവിക രാഷ്ട്രീയത്തെ സ്വീകരിക്കാനുള്ള വിഷം പുറത്തു വന്നു. ഒന്നു ഭീകരനായ മോദി. ആ മോദിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചിറങ്ങാൻ പോകുന്നത്. നിങ്ങൾ പരിശോധിക്കണം. ഫാഷിസം വരാൻ പോവുകയാണ്. അത് റിയാലിറ്റിയായി, വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ, നമ്മുടെ രാജ്യത്ത് വരാൻ ഇറങ്ങുകയാണ്. ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കണം. നമുക്ക് എന്താ ചെയ്യാനാവുക? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേങ്ങരയിൽ വിളിക്കുന്ന ഈ മഹാസമ്മേളനം, ഇന്നലെ കണ്ണൂരിലെ മഹാജാഥയുടെ ഒരു മഹാസമ്മേളനം, ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂരിൽ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ജനസഞ്ചയം. എന്തിനാണോ ലീഗ് സംസാരിക്കുന്നത്, ലീഗ് പറയുന്നത്, ലീഗ് ഇതിനെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്നത്? നമുക്ക് എന്താണ് ഇതിന് ചെയ്യാനാവുക? ഇത് തീ കൊണ്ടുള്ള കളിയാണ്. ഈ കളി തീ കൊണ്ടുള്ള പറിച്ചറിയാൻ കഴിയില്ല. വാജ്പേയിയെ പോലെ ഒരു വൈകാരികതയുടെ പുറത്ത് അസ്തമിക്കില്ല മോദി വന്നാൽ. രാജ്യത്തിന്റെ മതേതരത്വത്തെ കാത്തുരക്ഷിച്ചവരാണ് ഗാന്ധിജി. എന്നാൽ ആ മതേതരത്വത്തെ തകർക്കാൻ അധികജി ചെയ്യാൻ ശ്രമിച്ചത് നിർവിപമായി കൊണ്ട് തകർമങ്ങൾ രാജ്യത്ത് ഇത് ചെയ്യാനാവുക. ഞാൻ ചോദിക്കട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട്, ഫാഷിസമാണോ പ്രശ്നം? ഫാഷിസത്തെ കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? BJPയുടെ സംഘപരിവാരത്തിന്റെ? എങ്കിൽ നമുക്ക് ആ ചർച്ചകൾ ഒരു അക്കാഡമിക് തലത്തിൽ ആരംഭിക്കേണ്ടി വരും. കാര്യം എന്തെന്നറിയുമോ? ഫാഷിസം എന്ന് പറയുന്നത് ഒരാൾ രൂപമല്ല. നരേന്ദ്രമോദി എന്ന ആൾ രൂപമല്ല ഫാഷിസം. BJP എന്ന 3 വാചകമല്ല ഫാഷിസം. സംഘപരിവാർ എന്ന പദമല്ല, പേരല്ല ഫാഷിസം. ഫാഷിസം ഒരു സ്വഭാവമാണ്. ഫാഷിസം ഒരു സ്വഭാവമാണ്. കൈവിട്ട് ഈ രാജ്യത്തിന്റെ സെക്കുലാരിസത്തെ പുലർന്നാൽ BJP തീർച്ചയായും അതൊരു ഫാഷിസ്റ്റ് അല്ലാതെയാകും. നാളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മതേതര രാഷ്ട്രീയ പാർട്ടി വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ലീഗ് ഒരു ഫാഷിസ്റ്റ് ആവും. കോൺഗ്രസ് ഈ സെക്കുലറിസത്തെ കൈവിട്ടാൽ കോൺഗ്രസും ഒരു ഫാഷിസ്റ്റ് ആവും. അങ്ങനെ ഫാഷിസം എന്ന് പറയുന്നത് ഒരു രൂപമല്ല, ഒരു പാർട്ടിയല്ല, അതൊരു സ്വഭാവമാണ്. അത് സ്വഭാവമാണ്. ആരായിരുന്നു ഹിറ്റ്ലർ? ഹിറ്റ്ലർ എന്തായിരുന്നു ചെയ്തത്? അവിടുത്തെ ജൂതന്മാർക്കെതിരെ വലിയ ക്യാമ്പയിൻ, നുണപ്രചാരണങ്ങൾ നടത്തി, അവരെ തമ്മിൽ തല്ലിച്ച് പരസ്പരം അടുപ്പിച്ച് അവരുടെ ചോര കുടിച്ച ഹിറ്റ്ലർ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തി, നുണപ്രചാരണങ്ങൾ നടത്തി. അങ്ങനെ
അങ്ങനെയല്ലേ ഹിറ്റ്ലറുടെ ഫാഷിസം വരുന്നത്? അത് തന്നെയല്ലേ ഗോത്രയിൽ മുസ്ലിങ്ങൾ ഈ ട്രെയിൻ കത്തിച്ചു എന്ന് പറഞ്ഞ് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഗുജറാത്തിനെ കത്തിക്കാൻ മോഡി ശ്രമിച്ചത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഫാഷിസത്തിന് ട്വിറ്ററുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അവന്റെ കയ്യിൽ വാട്സാപ്പ് ഉണ്ട്, ലോകത്തോട് നിരന്തരം സംസാരിക്കുന്ന പുതിയ മാപ്പിളയാണ് ഇവിടെയുള്ളത്. അതാണ് പിണറായി വിജയൻ. 25 ലക്ഷം ചെറുപ്പക്കാർ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന് പാർട്ടി സെക്രട്ടറിക്ക് സങ്കടത്തോടെ പറയേണ്ടി വന്നത്. എന്നാൽ പാണക്കാട് ഹൈദരലി തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിലേക്ക് കയറിയവരാണ് ഇതിനകത്തുള്ളത്. ഫാഷിസത്തിനെതിരെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആൺകുട്ടികളെ പോലെ പൊരുതുന്നവരായതുകൊണ്ടാണ്. ഞങ്ങൾ നരേന്ദ്രമോദിയെ എതിർക്കുന്നത് അതിനേക്കാൾ ഭീകരമായി എതിർക്കേണ്ടത് സ്വന്തം സമുദായത്തിനകത്തുള്ള തീവ്രവാദികളെയാണ് എന്ന് തിരിച്ചറിഞ്ഞവരാ ഞങ്ങൾ. ഞങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനാവുക? നിയമസഭയിൽ വെച്ച് ഞാൻ ചോദിച്ചു, എന്റെ മുമ്പിൽ വന്നിട്ട് കണ്ണൂരിലെ രാജേഷ് ഈ തിരൂരിൽ നടന്ന ഒരു അതിക്രമത്തെ വെച്ച് ലീഗിനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ശ്രീരാമകൃഷ്ണനോട് ഈ വേങ്ങരയിലായിരുന്നില്ലേ LDFന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് മത്സരിക്കാൻ വന്നത്? കുഞ്ഞാലിക്കുട്ടി സായിയുടെ മൂക്കിലങ്ങ് വലിച്ചു കളയാൻ ഇന്നലെ പെയ്ത മടക്ക് മുളച്ച ഈ തവരകളൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ മണ്ഡലത്തിൽ വന്നു നിങ്ങൾ. 18% മുസ്ലിങ്ങളാണ് അഴീക്കോട് മണ്ഡലത്തിൽ. 18% മുസ്ലിങ്ങൾ, അതിൽ 10% വിദേശ രാജ്യത്ത് പോയി ഉണ്ടാവും. ബാക്കി കുറച്ച് ആളുകൾ അതിനകത്ത് ഈ പറയുന്ന NDF-കാരനും സകല ഉണ്ടാൻ വേണ്ടിയും എല്ലാം കൂടെ ഒരുമിച്ചുള്ളവർ. ഞാൻ അഭിമന്യനായ തങ്ങളെ വിളിച്ചു ചോദിച്ചു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചു ചോദിച്ചു, എന്താണ് ഇവിടെ സ്വീകരിക്കേണ്ട നിലപാട്? ഞാൻ നാളെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന സെക്കൻഡിലേക്ക് പോവുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോ എനിക്ക് നിങ്ങൾ വോട്ട് തരണമെന്നല്ല, വോട്ട് തരരുത് എന്ന് ചിലരോട് എനിക്ക് പറയണം. ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞു ധൈര്യത്തിൽ പറഞ്ഞോ, ഒരു മടിയും വേണ്ട. എന്റെ CPM-കാരാ, അവസാനത്തെ ശ്വാസം തെരഞ്ഞെടുപ്പിന്റെ അവസാന സെക്കൻഡ് നിൽക്കുമ്പോ ഞങ്ങൾ പറഞ്ഞത് രാജ്യത്തെ ദ്രോഹിക്കുന്ന, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന RSS-കാരന്റെ, സംഘപരിവാരക്കാരന്റെ, BJP-കാരന്റെ, NDF-കാരന്റെ, PDP-കാരന്റെ, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് 20 MLA-മാർ ആൺകുട്ടികളെ പോലെ കേരള നിയമസഭയിലേക്ക് കയറിപ്പോയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ആരും ഈ രാജ്യത്തിലെ ഒരു വർഗീയവാദിയുടെ മുമ്പിൽ ഒരു നിമിഷം മുട്ടുപറച്ചിട്ടില്ല. 20 MLA-മാർ കേരള നിയമസഭയിലക്കകത്തുണ്ട്. ആ 20 MLA-മാരിൽ ഒരാൾ നിന്നെ പോലെയുള്ള ഒരു തീവ്രവാദിയുടെ മുമ്പിൽ 4 വോട്ടിന് വേണ്ടി മുട്ടുപറച്ചിട്ടില്ല, അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഖാവ് പിണറായി വിജയൻ NDF അല്ല, അതിനേക്കാൾ വലിയ തമ്പുരാക്കൻ വന്നാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നട്ടലിന് ഒരു ക്ഷതവും വരില്ല. ആൺകുട്ടികളെ പോലെ പറയും, ആൺകുട്ടികളെ പോലെ പൊരുതും. നിങ്ങൾ കളിക്കുന്നത് എന്താണ്? ഫോണിൽ ഭീഷണിപ്പെടുത്തുക. വേറെ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് അവസാന നിമിഷം നിങ്ങൾക്കൊക്കെ അറിയാം, ഇങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തിലായിരുന്നു അഴീക്കോട് മണ്ഡലം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ 4000 വോട്ട് പിറകിൽ, 7000 വോട്ട് പിറകിൽ, 7800 വോട്ട് പിറകിൽ ഞങ്ങൾ 4 പേര് നിൽക്കുകയാണ്. ആ സമയത്ത് പ്രകാശം മാഷ്ക്ക് കൊണ്ടുവന്നിട്ട് CPI അവിടെ സഖാക്കൾ മാലയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സമയത്ത് എന്റെ ഫോണിലേക്ക് മുനവർ ശിഹാബ് തങ്ങളുടെ ഒരു ഫോൺ വന്നിരുന്നു. എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കുറച്ചുകൂടി എണ്ണാനുണ്ട്, നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടല്ലോ, പാണക്കാട് താങ്കൾ പറഞ്ഞതാണല്ലോ, ധൈര്യത്തിൽ പറയാൻ, പിന്നെ എന്തിനു പേടിക്കണം? 7000 8000 വോട്ട് വരട്ടെ, 7800 വോട്ട്. അപ്പോഴാണ് NDF-ന്റെ സ്ഥാനാർത്ഥി വന്നിട്ട് പ്രകാശ് മാഷ്ക്ക് കൈ കൊടുക്കുന്നത്. മാഷേ, നമ്മൾ ജയിച്ചു, ഞങ്ങൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, ഓർമ്മ വന്നിട്ടാ. മാഷ് പറയാണ്, എല്ലാത്തിനും നന്ദി ഉണ്ടാവും. സലാമക്കൊക്കെ അറിയാം മാഷിനെ, സലാമക്കാരന്റെ കൂടെ നിയമസഭയിൽ ഉണ്ടായിരുന്നതാണ്. എന്താണ്? എല്ലാത്തിനും നന്ദി. എന്തിനും നന്ദി? ആരോട് നന്ദി? ഇവന്റെ ഒക്കെ വോട്ട് കിട്ടി ജയിച്ചിട്ട് നന്ദിയോ? ഞാൻ ചോദിക്കട്ടെ, ഒരു MLA എന്ന് പറഞ്ഞാൽ എന്താ അപ്പം എനിക്കറിയാം, ഞാൻ അല്ല സലാമക്കാർക്ക് അറിയാം എന്താ എത്ര വലിയ സംഭവം എന്നറിയാം. ഒരു MP എന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവം എന്നറിയാം. ഒരു MLA-യും ഒരു MP ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഈ ജാതി സാമൂഹ്യ ദ്രോഹികളുടെ, ഈ ജാതി വർഗീയവാദികളുടെ വോട്ട് കിട്ടി ജയിക്കുന്നതിനേക്കാൾ നല്ലത് വല്ല മാറാപ്പണിയും എടുത്ത് ജീവിക്കുന്നതാണ് സഖാക്കളെ. അതാ നല്ലത്. അഭിമാനം പണയം വെച്ചിട്ട് എന്ത് MLA-യോ എന്ത് MP-യോ അഭിമാനം പണയം വെച്ചിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫാഷിസത്തോട് പൊരുത്തുന്നത്, നരേന്ദ്രമോദിക്കെതിരെ പൊരുന്നത്,
സ്വന്തം സമുദായത്തിനകത്തു വരുന്ന കുലദ്രോഹികളെ അതിനകത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ടാണ്. അങ്ങനെയാണ്. നിങ്ങൾ കേരളത്തിലെ കേസുകൾ എടുക്കണോ? CPM-കാരെ മംഗലത്ത് നിങ്ങളുടെ CPM-ഉം NDF-ഉം തമ്മിൽ തല്ലിയതിന് ലീഗിന്റെ തലയിൽ കാര്യങ്ങളെ കൊണ്ടുപോയി വെച്ചിടാൻ ശ്രമിക്കണില്ലേ? നിങ്ങളെ മാപ്പിള സെമിനാറിൽ പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനം, തീവ്രവാദത്തിന് ഇതിന് ശക്തിപ്പെടണം, CPM തീവ്രവാദത്തിനെ ഒടുങ്ങാൻ വേണ്ടി പോവാൻ, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ കൈവിടണം. ഭീകരവാദികളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതൊക്കെ ഒരു വല്ലാത്ത വാർത്തനായി പോയി സഖാവേ. കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ഞങ്ങൾ ജനിച്ച കാലം മുതൽ കോംപ്രമൈസ് ഇല്ല ലീഗ്. ഇന്ത്യ പറഞ്ഞത് മുതൽ അവരുമായി ആശയ പോരാട്ടമാണ്. പക്ഷെ ഒരു ഭംബിച്ച തീവ്രവാദികൾ, അങ്ങനൊന്നും പറയരുത്, സാധുക്കളാണ് അവർ. അല്ലാതെ തോന്നി അവരൊരു പണിയെടുത്ത് ജീവിക്കാത്ത അങ്ങനെ അവരെ കണ്ടു ഒരു കുപ്പായം പോലും ചുടുകൂല, വൃത്തിയിലും പൊടിക്കിലും അങ്ങനെ പോകാമെന്നല്ലാണ്ട് അവർ കത്തിയും കോടാലേക്ക് അവരെടുക്കും. നിങ്ങൾ പറഞ്ഞു ഓരോ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. ഓരോ ചെല്ലൂല. ഒരു നല്ല ബുക്കൊക്കെ വെച്ചിട്ട് കുട്ടികൾ ഇതൊക്കെ വായിച്ചിട്ട് കുഴപ്പമുണ്ടാക്കാന്നല്ലാതെ ഓരായിട്ടൊരു കുഴപ്പത്തിന് പോകില്ല. അവര് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് വായിച്ചിട്ട് നമ്മളെ SME-കാരനും NDF-കാരനും കുഴപ്പമുണ്ടാക്കുന്നല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ എന്താ കാര്യം? നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു അബദ്ധം ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരിക്കാൻ പോയി. ഒരിക്കലും പാടില്ലായിരുന്നു. നിങ്ങളിങ്ങനെ അവർ ജയിച്ചാൽ അവരാ ഞങ്ങൾ ജയിപ്പിച്ചതാണ്, ഇവർ ജയിച്ചാൽ ഇവരാണ് ഞങ്ങൾ ജയിപ്പിച്ചതാണ്, മറ്റേ ഞങ്ങൾ തോപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് വെറുതെ നിന്നാൽ മതി. അപ്പൊ നമുക്കൊരു വേദാരണോ ഈ സാധനം വലുതാണ്. നിങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് നിങ്ങളെ വോട്ടിന്റെ എണ്ണം മനസ്സിലായി. മൊത്തം ഒരു 10,000-50,000 വോട്ടുണ്ട് കേരള മഹാരാജ്യത്തിനുണ്ട്. അത് CPM-ന് മനസ്സിലായി. അപ്പൊ CPM-ന് അറിയാം ഇനി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇവരെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് അവരെ വിടാം. എന്താ നിങ്ങൾ NDF-നെ പറഞ്ഞില്ല? NDF-ന് എന്താ പറഞ്ഞില്ല? ഈ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ, കോടിയേരിയല്ലേ ആഭ്യന്തരമന്ത്രി? അന്ന് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസെവിടെ? കോടിയേരി നിങ്ങൾ പറ. അതിലെത്ര NDF-നെ അറസ്റ്റ്? പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമത്തിനു സമാനമാം വിധം പോലീസുകാരെ ബന്ദിയാക്കി. അവിടെ നിങ്ങൾ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലേ? NDF-കാർ എത്ര പേർ പ്രതി? ഇതേ കൊടിയേരിക്ക് വേണ്ടി NDF-ന്റെ തേജസ് പത്രത്തിൽ വലിയ ഫുൾപേജ് പരസ്യം കൊടുത്തില്ലേ? എന്നിട്ടോ ഞാൻ NDF-കാരോട് ചോദിക്കട്ടെ, നിങ്ങളും CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയത്തിലെ അവിശുദ്ധമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം പരസ്പരമുള്ള കച്ചവടത്തിൻ്റെതാണ്. നിങ്ങൾ പുറത്തൊന്ന് വർത്തമാനം പറഞ്ഞാലും മംഗലത്ത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDF മത്സരിച്ചു, ലീഗ് ജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDF മത്സരിച്ചു, ലീഗ് ജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ NDF മത്സരിച്ചില്ല, ലീഗ് തോറ്റു. കാര്യം എന്താണ്? NDF-ന്റെ വോട്ട് ലീഗിന് കിട്ടിയോ? CPM-ന് കിട്ടി. NDF മത്സരിച്ചപ്പോൾ ലീഗ് ജയിച്ചെടുത്ത് NDF മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ലീഗ് തോൽക്കുന്നതെങ്ങനെ? NDF-ന്റെ വോട്ട് ലീഗിനാണോ അതല്ല ജയിച്ച CPM-നാണോ? ഒരു വലിയ ബുദ്ധിയൊന്നും അതിനാവശ്യമില്ല. ഒരു ചെറിയ ബുദ്ധി മതി. ആ ബുദ്ധി മതി. ഞാൻ NDF-ന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, നിങ്ങളോട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ഇത് ഒരു വിശ്വാസത്തിന് ഞങ്ങൾ എന്തിനാ NDF-നെ എതിർക്കുന്നത്? ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് പലതുണ്ട് രാജ്യത്ത്. അത് മാത്രമല്ല, ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങളിപ്പോ മലപ്പുറത്ത് എന്തുണ്ടാക്കിയെന്നാണ് ബാപ്പനോടും ചോദിക്കണം, വല്യാപ്പനോടും ചോദിക്കണം. അവർക്കറിയാം. കാരണം എന്തായിരുന്നു മലപ്പുറം എന്നറിയാൻ കാലിന്റെ അടിയിലെ ചോപ്പപ്പ് മാറുന്നതിന് മുമ്പ് ഇങ്ങനെ ഓടി പിടിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ മനസ്സിലാവില്ല. ഈ മലപ്പുറം എന്തായിരുന്നല്ലോ? കാലിക്കറ്റ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് മണ്ണാർക്കാട് കോളേജ് വരെ പോകുന്നതിനിടയിൽ വെറും 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഒരു മലപ്പുറം. ഓർമ്മണ്ടോ നിങ്ങൾക്ക്? പരിചയം ഉണ്ടാവോ നിങ്ങൾക്ക്? ഈ മലപ്പുറത്ത് എന്തുണ്ടാക്കി? ഇനി ലീഗ് എന്തുണ്ടാക്കി? എന്നിട്ട് പുതിയ ബളവൻ, അതെല്ലാ നമ്പറും എല്ലാ ആളുകളുടെയും നമ്പറാണ്. CH ഭയങ്കര സംഭവമായിരുന്നു. നിങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ബാഫക്കിത്തങ്ങൾ അതിനേക്കാൾ ഭയങ്കര സംഭവമായിരുന്നു. മുക്കോയത്തങ്ങളോ ശിഹാബത്തങ്ങൾ ഇവരൊക്കെ മരിച്ചുപോയാലും ഞോളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ജീവിച്ചിരിക്കുന്നത് ആരാണ്? ആയുധങ്ങൾ ശിഹാബത്തങ്ങൾ, കുഞ്ചാലിക്കുട്ടി സാഹിബും മജീദ് സാഹിബും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഓര് കൊള്ളൂല. ഈ നമ്പറൊക്കെ എത്ര കണ്ടതാണോ ഞങ്ങള്, എത്ര കേട്ടതാണ്? ഞാൻ ചോദിക്കുന്ന നിങ്ങളോട്, ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ എതിർക്കുന്നത്? ഇവിടെ വേറെ ചില ആളുകളുണ്ട്. ഈ NDF എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമ്പോഴേ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒരു സമരമുഖത്ത് ഉണ്ടായിരുന്നു യൂത്ത് ലീഗ്. വേറെ ചില ആളുകൾ ധരിച്ചെന്താണ് ഇത് മുസ്ലിം ലീഗിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആരോഗ്യം ധരിക്കണ്ട. ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇത് സമുദായത്തിന്റെ ഇസ്സത്ത് കെടുത്താൻ വന്നവരാണ്. എല്ലാവരും തിരിച്ചറിയണം. ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ NDF-ന്റെ സുഹൃത്തുക്കളോട്, അത് മുസ്ലിം ലീഗിന് മാത്രമാണോ? മുസ്ലിം ലീഗ് ഞാൻ ചോദിക്കുന്നത് സുന്നി വിഭാഗത്തിനകത്ത് നിങ്ങൾക്ക് എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവാം. നിങ്ങളൊരു കോൺഗ്രസ്സുകാരനെ എടുക്ക്,
അവരോട് ചോദിക്കും രാഷ്ട്രീയം എന്താണ്? കോൺഗ്രസ് ആണ്. നിങ്ങൾ വിശ്വാസപരമായി ഞാൻ സുന്നിയാണ്, സമസ്തയുടെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ മുജാഹിദാണ്, അല്ലെങ്കിൽ ഞാൻ തബ്ലീഗ് ജമാഅത്താണ്, അല്ലെങ്കിൽ ഞാൻ ദക്ഷിണ കേരളയാണ്. അവർ പറയില്ലേ? എന്നാൽ നിങ്ങൾ ചോദിക്ക്, ഒരു ലീഗുകാരനുണ്ട്, സുന്നിയാവാം, മുജാഹിദാവാം, തബ്ലീഗാവാം, ദക്ഷിണ കേരളയാവാം, സംസ്ഥാനയാവാം, ഒക്കെ ആവാം. നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് ചോദിക്ക്, എന്താ രാഷ്ട്രീയം? ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളുടെ ഒരു വെൽഫെയർ പാർട്ടിയാണ്. മതോ വിശ്വാസോ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഒരു വെൽഫെയർ പാർട്ടിക്കാരൻ, സുന്നിയല്ല, മുജാഹിദല്ല, തബ്ലീഗല്ല. ഒരു NDF-കാരനോട് ചോദിക്കും, നിങ്ങൾ എന്താ രാഷ്ട്രീയം? NDF ആണ്, SDP ആണ്. വിശ്വാസപരമായിട്ട് സുന്നിയ, SKSS, ISM, സംസ്ഥാന, അതൊന്നും നമുക്ക് പറ്റില്ല. ദക്ഷിണ കേരള ഇല്ല. നിങ്ങൾ സമസ്തയെ അംഗീകരിക്കുന്നുണ്ടോ? നദ്വത്തുൽ മുജാഹിദീൻ അംഗീകരിക്കുന്നുണ്ടോ? ദക്ഷിണ കേരളയെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇവർ മുസ്ലിം ലീഗിന് മാത്രമില്ല, വോട്ട് വേണ്ടത് ലീഗിനാണ്, അതുകൊണ്ട് ലീഗ് മാറ്റട്ടെ. അങ്ങനെയാണോ സമുദായം വിചാരിക്കുന്നത്? അങ്ങനെയാണോ തെറ്റിദ്ധരിക്കുന്നത്? അല്ല. ഇവർ സമുദായത്തിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളെയും തകർത്ത് അവിടെ പുതിയ സമുദായത്തെ അവതരിപ്പിക്കാൻ വരികയാണ്. ഏതു സമുദായത്തെ? രാജ്യത്തെ മറ്റാരോടും ഇടപെടാത്ത, എല്ലാത്തിനോടും സമരം ചെയ്യുന്ന, ഏതിനോട്? വിശ്വാസ സമൂഹത്തോട്, അമുസ്ലിങ്ങളോട്, എല്ലാത്തിനെയും തകർക്കുന്ന ഒന്നിനെ അതിനെ സ്വീകരിക്കാൻ, അതിന് പ്രചാരണം കൊടുക്കാൻ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, അങ്ങനെ എല്ലാ വിശ്വാസത്തെയും എതിർക്കുന്നവർ ഈ രാജ്യത്തിൽ ഈ കാണുന്നതൊക്കെ ഇന്ന് വന്നിട്ട് ചോദിക്കാൻ, എങ്ങനെയാണ് NDF-കാരാ ഈ പള്ളിയും ഈ മദ്രസയും ഈ കോളേജൊക്കെ ഉണ്ടാക്കിയത്? 10 മണിന്റെ മൈക്കിന്റെ പ്രശ്നമൊക്കെ ഇപ്പം വന്നതല്ലേ? നേരം വിളിക്കുന്ന സുബഹി വരെ, നേരത്തെ ഇവിടുന്ന് പറഞ്ഞ പോലെ സുബഹി വരെ പ്രസംഗിക്കാം. വയലാണ്. ഇശാ കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുക. കോഴിമുട്ട ലേലം ചെയ്ത് വെക്കും. അതിങ്ങനെ പറഞ്ഞു 10 റുപ്യക്ക് 100 റുപ്യക്ക് എന്നിട്ട് ലേലം ചെയ്ത് എടുത്തിട്ട് പിന്നെയും കോഴിമുട്ട അങ്ങോട്ട് തന്നെ കൊടുക്കും. ഒരു കോഴിമുട്ടയായിട്ട് ഇങ്ങനെ വയന്നു പോകും. പിന്നെ അങ്ങോട്ട് തന്നെ കൊടുക്കും. എന്നിട്ട് അത് ലേലം ചെയ്ത് വെക്കും. മക്കൾക്ക് കഞ്ഞി ഉണ്ടാവില്ല, അരി ഉണ്ടാവില്ല. അതിലിടാൻ ഒരു കയ്യിലാണെങ്കിൽ ആ കയ്യിൽ എടുത്തിട്ട് മദ്രസയിലേക്കുള്ള പിടിയേരിയാണ്. അത് ഉറുമ്പ് കൂട് കിട്ടുന്ന പോലെയാണ് ഈ സമുദായം ഈ പള്ളിയും മദ്രസയൊക്കെ ഉണ്ടാക്കിയത്, ഈ കോളേജുകൾ ഉണ്ടാക്കിയത്. എവിടെയായിരുന്നു അമ്മക്കതി? ഏത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഈ സമുദായം ഒരുപാട് പോരാട്ടം നടത്തിയിട്ട്, നിങ്ങളിൽ പല ആളുണ്ടല്ലോ, പ്രൊഫസർ കോയ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് ഇറങ്ങിയതാ ഈ ഏർപ്പാടിന്. ഏത് ജോലി? മലപ്പുറത്തെ കാക്കാമാര് സംവരണം വേണം, ഒന്നും പഠിച്ചിട്ടില്ല, മോനെ സ്കൂളിലും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ 3ാമത്തെ തലമുറക്ക് നമുക്ക് ലഭിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവർ സമരം ചെയ്തതാണ്. ദേശാഭിമാനിയിൽ ഒരു കാർട്ടൂൺ വന്നു. എന്താ കാർട്ടൂൺ എന്നറിയോ? ഒരാളിങ്ങനെ ചായപ്പീടിയിൽ ഇരുന്നിട്ട് ഒരാളിങ്ങനെ പത്രം വായിക്കുകയാണ്. തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലേക്ക് മൃഗങ്ങളെ എടുക്കുന്നു. അപ്പൊ ചായ പാരുന്ന ഒരു മാപ്പിളുണ്ട്, അന്നത്തെ പഴയ കോലത്തിലുള്ള മാപ്പിള. ആരെങ്കിലും ഒരു കത്തി, ഒരു കള്ളിമുണ്ട് ബനിയനൊക്കെ ഇട്ടിട്ട് അയാൾ പറയാണ്, അതിൽ ഞമ്മക്കും വേണം സംവരണം. കാഴ്ച ബംഗ്ലാവ് എന്താണെന്നറിയില്ല, എന്തിനും അവകാശം ചോദിക്കുന്ന ഒരു വിഭാഗം. അവര് സമരം ചെയ്ത് നേടിയെടുത്തതാണ്. നിങ്ങളൊക്കെ നട്ടെല്ല് നിവർത്തിട്ട് മുസ്ലിം ലീഗിനോട് ചോദിക്കുന്നില്ലേ, എന്താ ഉണ്ടാക്കിയത്? ഇല്ലേ? അത് ചോദിക്കാനുള്ള നട്ടെല്ല് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ മാപ്പിള മക്കളുടെ സമരത്തിന്റെ വിയർപ്പിന്റെ ഫലാണ്. അവര് ചെയ്ത അധ്വാനത്തിന്റെ ഫലാണ്. മക്കൾക്ക് കഞ്ഞി വാങ്ങി കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ജോലിയും ഉദ്യോഗമൊക്കെ മുസ്ലിം ലീഗ് ഒന്നും കയ്യിൽ വെച്ചിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ പാപഭാരം മുഴുവൻ ലീഗ് ഏറ്റെടുക്കണം, വേറെ ആരുമില്ല. സമുദായത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഈ നേട്ടങ്ങളുടെ ഉത്തുംഗതയിലൊക്കെ ഒരു സമുദായം നടന്നു പോയപ്പോ കച്ചവടം ചെയ്യാൻ നിന്നോ? ലീഗ് ചെയ്തിട്ടില്ല. ലീഗ് ഒന്നും നടത്തിയിട്ടില്ല. മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കാറ് വിറ്റാണ് ഫാറൂഖ് കോളേജ് ഉണ്ടാക്കിയത്. അറിയോ നിങ്ങൾക്ക്? ബി പോക്കർ സാഹിബാണ് ഫാറൂഖ് കോളേജിന്റെ അപ്ലിക്കന്റ്. അപ്പോഴും ഇപ്പൊ എത്ര വലിയ ശുചായി അവിടെ കയറി കുത്തിർന്നാലും അതിന്റെ തറക്കല്ലിട്ടത് പോക്കർ സാഹിബാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ ഫാറൂഖ് കോളേജിൽ ഒരു സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എണ്ണിക്കൊടുക്കണോ? അല്ല, ഒരുപാട് എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. മലപ്പുറത്തുനിന്ന് CH കാണാൻ വരുന്ന ഹാജിമാരോട് പറയും, CH എല്ലാം കഴിഞ്ഞ് പോകുമ്പോ, അജരെ ഒരു സ്കൂളുണ്ട്, അതും കൂടി നിങ്ങൾ നടത്തണം. അജര് പറയാ, അതെന്താണ് CH, ബുദ്ധിമുട്ടിക്കല്ല. അന്നിതൊരു കച്ചവടമായിട്ട് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയാണ് ഇതിന്റെ സാധ്യതകൾ തെളിഞ്ഞത്, പിന്നെയാണിത് കച്ചവടമായത്. സമുദായത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്.
അത് സമുദായത്തിന് വാങ്ങിക്കൊടുക്കുക ലീഗ്. അത് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാതിൽ ചവിട്ടി പൊളിക്കാൻ അങ്ങോട്ട് പോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആഫീസ് കയറിയിട്ടല്ല ഞങ്ങളോട് ചോദിക്കേണ്ടത്. ഇത് സമുദായത്തിന്റെ ഏജൻസികൾക്ക് ലീഗ് കൊടുത്തത്. MS കൊടുത്തിട്ടുണ്ട്, MES കൊടുത്തിട്ടുണ്ട്, KMEA കൊടുത്തിട്ടുണ്ട്, സമസ്തയുടെ കയ്യിലുണ്ട്, നദ്വത്തുൽ മുജാഹിദിന്റെ കയ്യിലുണ്ട്, എല്ലാ മതസംഘടനകളുടെ കൈകളിലുണ്ട്. ലീഗ് ഒന്നും കയ്യിൽ വെച്ചിട്ടില്ല. ലീഗ് അതിന്റെ ഒന്നും ഓഫീസർമാരായി ഇരുന്നിട്ടില്ല. സമുദായമാണ് ലീഗിന്റെ ഫലം. സമുദായത്തിന്റെ ആവശ്യങ്ങളാണ് ലീഗിന്റെ ആവശ്യങ്ങൾ. സമുദായത്തിന്റെ നേട്ടങ്ങളാണ് ലീഗിന്റെ നേട്ടങ്ങൾ. സമുദായത്തിന്റെ ശബ്ദമായത് അതുകൊണ്ട് തന്നെയാണ് ലീഗ്. ഈ പാവങ്ങൾ സമരം ചെയ്തത് അതിനുവേണ്ടിയാണ്. എന്നിട്ട് സമുദായത്തിന് ദോഷം ചെയ്യുമെന്ന് അത് മുഴുവൻ ലീഗിന്റെ തലക്കെട്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത കണക്കൊന്ന് പറ. തിരിഞ്ഞു നിന്നിട്ട് ഇവിടുത്തെ മാധ്യമക്കാരനോട്, ഇവിടുത്തെ NDF-കാരനോട്, ഇവിടുത്തെ PDP-കാരനോട് ഒന്ന് തിരിഞ്ഞു നിന്ന് നിങ്ങളെന്ത് ചെയ്തു എന്ന് ഞങ്ങളൊന്ന് ചോദിച്ചാൽ പോയ വഴിക്ക് പുല്ല് മുളക്കുള്ളൂ. സഹോദരന്മാരെ, നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളല്ലേ മറ്റോന്റെ തല വെട്ടിയത്? അറിഞ്ഞില്ല? ഞങ്ങളല്ലേ മറ്റോന്റെ കാല് വെട്ടിയത്? അത് നിങ്ങൾ അറിഞ്ഞില്ല? ഇതൊക്കെ സമുദായത്തിന് വേണ്ടിയല്ലേ? ഏത് സമുദായത്തിനോടോ? മരിച്ചു പോകുന്നവരുടെ വേണ്ടിയല്ല. ഒരു സമുദായം ജീവിക്കാൻ വേണ്ടിയാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി യുദ്ധം ചെയ്തത്, സമരം ചെയ്തത്. മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസിൽ കത്തിയും കോടാലിയും വെച്ചിട്ടല്ല. ലീഗ് പ്രവർത്തകത്തിന്റെ നെഞ്ചിനകത്ത് ഉരക്കിന്റെ ശക്തി വെച്ചാണ് ഈ കേരളം ഞങ്ങൾക്ക് എത്തിക്കൊടുത്തത്. നിങ്ങൾക്ക് കത്തി വേണം, കോടാലി വേണം, അരയിൽ മറ്റേ ഏർപ്പാട് വേണം, ബോംബ് വേണം. എന്നിട്ട് പറയാണ് ധൈര്യം ഞങ്ങളെ കണ്ടുപിടിക്കും. കേട്ടോ, ഒരു കത്തിയിലാണ് നടക്കണം, ഞങ്ങളെ കണ്ട് ധൈര്യം പഠിക്കണോ? അല്ലെ കത്തി അരയിൽ വെച്ച് നടക്കണം. നിനക്കെന്ത് ധൈര്യടോ? കത്തി. എന്റെ മണ്ഡലത്തില് ഒരു സാധു, ഞാൻ അവനെ കാണാൻ പോയിട്ട് കണ്ടെന്ന് വെള്ളം വന്നു പോയി. ഒരു സാധു ചങ്ങായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുമ്പോ ഓൻ ആക്രമിച്ചാൽ ഞാൻ ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു? 21 ആളുണ്ടായിരുന്നു. പെൻസിൽ പോലുള്ള ഒരുത്തനെ. ആരൊക്കെയാന്ന് എനിക്കറിയാം. എനിക്ക് ഒച്ച കേട്ടിട്ട് മനസ്സിലായി. പക്ഷെ മുഖംമൂടി ഉണ്ടായിരുന്നു. രാത്രി 2 മണിക്ക് മുഖംമൂടി. ആളെ തിരിഞ്ഞോടൊപ്പം ധൈര്യത്തിന് നോക്കി ഒരുത്തനെ പെട്ടായി 20 ആൾക്കാർ. ഇതെന്ത് ധൈര്യടോ? ഇത് ധൈര്യം എന്നാ പറയാ? ഇതിന് ധൈര്യം എന്ന് പറയാം. അനോണിമസ് കോളിൽ വിളിച്ചിട്ട് ശരിയാക്കിക്കോളൂ, തട്ടിക്കാളൂ. ആരെ നീ ഭീഷണിപ്പെടുന്നത്? നീയൊക്കെ ഇന്നലെ ചെയ്തു വന്നത്. ഞങ്ങൾ 67 കൊല്ലായിട്ട് നിന്നെക്കാൾ വലിയ പുലികളോട് സമരം ചെയ്തു. നിന്റെയൊക്കെ വർത്താനം കേട്ടാ ഞങ്ങളെങ്ങനെ തൊട്ടിലിട്ടിട്ട് വാവാവോ ആട്ടി ഉറക്കി വളർത്തിയതാണ്. ഉണ്ടായ കാലം ശരിയാക്കാൻ വന്നിട്ടുണ്ട്. ലീഗിനെ തകർക്കാൻ എല്ലാവരും ഇറങ്ങി. സർദാർ വല്ലഭായി പട്ടേൽ എന്ത് പുലിയടോ? സർദാർ പട്ടേലെ പറഞ്ഞത് മൂക്കിൽ വലിച്ചാളൂ. അന്ന് ലീഗ് ഒരു കൊച്ചു ചെടിയാണ്. കായികമില്ലത്ത് നട്ടിട്ടേ ഉള്ളൂ. സിരി സാഹിബൊക്കെ ചുറ്റും നിന്ന് വെള്ളം ഇങ്ങനെ നനച്ചോണ്ടിരിക്കുകയാണ്. ഇലങ്ങനെ വന്നിട്ടേ ഉള്ളൂ. അത് ഞൊരടിക്കളയാണ്. ആര് വന്നിട്ട്? സർദാർ വല്ലഭായി പട്ടേൽ എന്ന ഉറപ്പിന് ലക്ഷ്യം. ഇന്നാ ചെടി വളർന്നിട്ട്, രാജ്യത്തിന്റെ കൂടെ വളർന്നിട്ട് 67 കൊല്ലം ശാഖകൾ, ശിഖരങ്ങൾ ആകാശമുട്ട് ഉയർന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് ആ വലിയ മരം മുറിക്കാൻ കൊടുവാള് കൊണ്ട് വെട്ടിയിട്ട് മുറിയാത്ത തൈയുണ്ടായ മരയും അത് മുറിക്കാൻ കുറച്ച് SDPക്ക് താടി പഠിക്കുന്ന ബ്ലേഡ് വെച്ച് നടക്കുന്നത് അല്ലേ? സാധിക്കൊടൂ. എന്തിന്? ഇരുട്ടിന്റെ മറവിലല്ല നിങ്ങൾ പോരാട്ടം നടത്തേണ്ടത്. ജനാധിപത്യ പ്രക്രിയയിൽ വാ. ഞങ്ങൾക്ക് നിങ്ങളോട് സമരം ചെയ്യാൻ താല്പര്യമില്ല. കാര്യം എന്താണ്? നിന്റെ വടി നാടിന് ചേർന്നതല്ല, ഇസ്ലാമിന് ചേർന്നതല്ല, ഈ രാജ്യത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല. ഞാൻ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്ന പോരാട്ടങ്ങൾക്കൊരു നീതിയുടെ ശബ്ദമുണ്ട്. ഞങ്ങളുടെ വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ, ഖുതുബത്തുൽ വദാഇൽ ലോകത്തോട് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിച്ചു പോകുന്നു. വിശുദ്ധ ഖുർആൻ, എന്റെ സുന്നത്തുകൾ, താബിഈങ്ങൾ ഇല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രവാചകൻ വഫാത്തായി. സാത്വികനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയില്ലേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എത്തുമ്പോഴേക്കും വലിയ തർക്കങ്ങൾ. അലി റളിയല്ലാഹു അൻഹു വലിയ തർക്കങ്ങൾ. വിശ്വാസികൾ ആരുടെ കൂടെയാണ് നിന്നത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെയാണ്, അലി റളിയല്ലാഹുവിന്റെ കൂടെയാണ്, ഇസ്ലാമിന്റെ കൂടെ. ഒരുപാട് തർക്കങ്ങൾ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം ഒരു മഹാ ആശയപ്രപഞ്ചമാണ്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നേരിട്ട് ഖുർആൻ വചനങ്ങൾ കേൾക്കുന്ന പ്രവാചകൻ അത് സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. പിറ്റേ ദിവസം സഹാബികൾ വന്നിട്ട് ചോദിക്കും, പ്രവാചകരെ, ഇന്നലെ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു ഡൈവേർഷൻ, ഇങ്ങനെ ഒരു രീതി. പ്രവാചകൻ വീണ്ടും വിശദീകരിക്കും. അങ്ങനെയാണ് തഫ്സീറുകൾ ഉണ്ടായത്, ഹദീസുകൾ ഉണ്ടായത്.
ഖുർആൻ എന്ന വാചകത്തെ പ്രവാചകൻ നിർവചിച്ചപ്പോൾ, വിശദീകരിച്ചപ്പോൾ ഇവര് ഖുർആൻ കൊണ്ടു തന്നിട്ട് പറയണം. എന്താ ലീഗുകാരെ പറയുന്നത്? ഖുർആനിൽ കണ്ടില്ലേ? ഖുർആനിൽ കണ്ടില്ലേ? ആ ഖുർആൻ കണ്ടു. ആ ഖുർആനിൽ പറയുന്നത് കണ്ടില്ലേ? എന്താ വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പീഡനം അനുഭവിക്കുന്ന കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആയുധമെടുക്കണ്ടേ? ആയുധമെടുക്കണ്ടേ? നിനക്കറിയുമോടോ LDF-കാരാ ഹൈദരാബാദിലെ സംഘ് പരിവാർ കൊടുത്ത കേസ് ഖുർആൻ നിരോധിക്കാൻ? സൂറത്തുൻ നിസായിലെ ഈ വാചനമാണ്, ഈ വാക്യമാണ് വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. അതാ കൊടുത്തത്. 3 ഹിന്ദു ജഡ്ജിമാരാണ് അതിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയത്. അവർ പറഞ്ഞെന്താണെന്നറിയോ? അവർ പറഞ്ഞെന്താണെന്നറിയോ? ഖുർആനിലെ ഈ വചനം നേരർത്ഥത്തിലല്ല വായിക്കേണ്ടത്. ഇത് മക്ക കാലഘട്ടത്തിലല്ല, മദീന കാലഘട്ടത്തിൽ. പ്രവാചകൻ ഇത് ഉദ്ദേശിച്ചത് ഈ കാലം, ഈ സമയം, പറഞ്ഞ സമൂഹം വ്യത്യസ്തമാണ്. ആ ഹിന്ദു ജഡ്ജിമാർക്ക് മനസ്സിലായത് ഒരുപക്ഷെ നമ്മളുടെ പാവം കുട്ടികൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അവരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഖുർആൻ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയും ഖുർആൻ മാത്രം, അങ്ങനെ ഉണ്ടോ? ഖുർആൻ മാത്രം വെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെങ്കിൽ ഖുർആനിൽ നിങ്ങൾ പറഞ്ഞ ഖുർആൻ അനുസരിച്ച് നിസ്കരിച്ച എത്ര വക്ത് നിസ്കാരം? എത്ര പത്ത് നിസ്കാരം? എന്താണ് ചേകന്നൂർ, ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ മുഴുവൻ വിരോധിച്ച ചേകന്നൂർ? ആ ചേകന്നൂർ പറഞ്ഞത് എന്താണ്? ഖുർആൻ വെച്ച് പറഞ്ഞു ഖുർആനിനെ മാത്രങ്ങൾ മാതൃകയാക്കുക, അതുകൊണ്ട് 3 വക്ത് നിസ്കാരമേ ഉള്ളൂ. സത്യത്തിൽ LDF-കാർ അതൊരു സുഖമുള്ള ഏർപ്പാടാണ്. സുബയില്ല. ആലോചിച്ചത് സുബയൊക്കെ കിണിച്ച് വയനാട്ടിൽ നിന്നൊക്കെ നിൽക്കരുകണമെങ്കിൽ ആലോചിച്ചു. എന്തൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതില്ല ഖുർആനിൽ. എളുപ്പല്ലേ? 3 വക്താണ് സുഖല്ലേ? ഖുർആനിലുണ്ടോ മയ്യത്ത് നിസ്കാരം? ഖുർആൻ തുറന്നു വെച്ച് നീ ഒന്ന് ഒന്നോടുക്കുക. ഖുർആൻ തുറന്നു വെച്ച് നീ ഒന്ന് മയ്യത്ത് കഫൻ ചെയ്യ്. ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? ഞാനിതാ ഉപേക്ഷിച്ചു പോകുന്നു വിശുദ്ധ ഖുർആൻ, കൂടെ എന്റെ സുന്നത്ത്, കൂടെ എന്റെ സുന്നത്ത്, താബികൾ വരാൻ. ആ വിശദീകരണങ്ങളാണ് ഖുർആനിലെ അവിടുന്നും ഇവിടുന്നും ചൊല്ലിപ്പടിച്ച 2 വാചകങ്ങൾ എടുത്തിട്ട് മുസ്ലിം സമുദായത്തെ മുഴുവൻ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള ഒരു വലിയ സമൂഹം, ഇസ്ലാമിക സമൂഹം, പ്രബുദ്ധ സമൂഹം, ലോകത്തിലെ ഒരാളും അംഗീകരിക്കാത്ത ഒരു രീതിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്. ഒരു ഭാഗത്ത് ദീൻ പറഞ്ഞു. ഇപ്പൊ ദീൻ വിട്ടിട്ട് ദീൻ പറയാൻ കുറച്ച് കുട്ടികളെ വേറാക്കിയിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോവാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പല്ലേ, നിങ്ങൾ സത്യത്തിൽ ചെയ്തത് എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള പണം എവിടുന്നാണ്? നിങ്ങളുടെ കയ്യിലുള്ള പണം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പണമാണ്, സിയോണിസ്റ്റുകളുടെ പണമാണ്, ജൂതന്മാരുടെ പണമാണ്. ഞാൻ പറഞ്ഞല്ലോ, അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ആ തർക്കം, അഭിപ്രായ വ്യത്യാസങ്ങളല്ല, തർക്കം. ആ തർക്കം വരുമ്പോ ഷിയാക്കൾ ഉണ്ടായി, രാജ്യത്ത് ഷിയായിസം ഉണ്ടായി. നമുക്ക് കോംപ്രമൈസ് ഇല്ല. സമസ്തക്കുണ്ടോ? നേതൃത്വത്തിനുണ്ടോ? ദക്ഷിണ കേരളക്കുണ്ടോ? കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനക്കാണ് നിങ്ങൾ പറ ഈ പറയുന്ന എന്താണ് ഷിയാക്കളുമായി കോംപ്രമൈസ് ഇല്ല? ഷിയാക്കളെ എതിർക്കുന്നുണ്ടോ LDF? ഇറാനിന്റെ ആത്മീയ നേതൃത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ LDF? അംഗീകരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ. ഷിയായിസമാണല്ലോ. ആ ഷിയായിസത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ സിയോണിസ്റ്റുകളാണ്. ആ സിയോണിസ്റ്റുകൾ എന്ന് പറയുന്നത് ജൂതന്മാരാണ്. എങ്കിൽ ഈ ജൂതന്റെ പണം കേരളത്തിൽ പറ്റുന്ന ഒരു സംഘടന നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കേസും കൂടി എനിക്കെതിരെ കൊടുക്കും. പറഞ്ഞുള്ളൂ. ഇപ്പോഴും കേസ് 3-4 കേസുകൾ കൊടുത്തിട്ടു. ഒരു കേസും കൂടി എടുക്കും. കൊടുക്കടോ? കേസല്ല, ആ കേസ് വിധിച്ചിട്ട് തൂക്കിക്കൊന്നാലും പറയും ഇസ്ലാമിന്റെ ശത്രുവിന്റെ പണം പറ്റിയിട്ടാണോ എന്റെ LDF നേതാക്കന്മാർ നടക്കുന്നത്. അങ്ങനെയാണ്. രാജ്യത്തിന്റെ ശത്രുവിന്റെ പണം, ഇസ്ലാമിന്റെ ശത്രുവിന്റെ പണം, അതാണ് എന്റെ കയ്യിലുള്ളത്. മുസ്ലിം ലീഗ് 67 കൊല്ലായിട്ടുള്ള സംഘടനയാണ്. ഞങ്ങൾക്ക് മാറി മന്ത്രിമാർ, കേന്ദ്രത്തിൽ മന്ത്രിമാർ, MP-മാർ, അതിനേക്കാൾ അപ്പുറം ഒരു മഹാശൃംഖലയുണ്ട് ലീഗിന്. ഇന്നലെ ഞാൻ ഒരു ഓസ്ട്രേലിയൻ യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോ സിഡ്നിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഇവിടെ സിഡ്നിയിൽ വരുന്നതിന് മുമ്പ് അറിയിക്കണം, ഇവിടെ KMCC ഉണ്ട് സിഡ്നിയിൽ, UK-യിൽ, ഗൾഫ് രാജ്യങ്ങളിലല്ല, ലോകത്തിലെവിടെയുമുണ്ട്, US-ലുണ്ട്, എല്ലാ രാജ്യത്തിലുമുണ്ട്. ആ KMCC ആണ് മലപ്പുറത്ത് പുഷ്പം വിരിയിച്ച നമ്മളുടെ ബൈത്തുർ റഹ്മ ഉണ്ടാക്കിയത്.
ആ KMC ആണ്. ഒരുപാട് ചരിത്രമുണ്ടതിന്, ഞാൻ വിശദീകരിക്കുന്നില്ല. എത്ര ഹൃദയങ്ങളാണ്! അവന്റെ ഹൃദയം മിടിക്കുന്നത് അള്ളാഹു നൽകിയ ആയുധ കൊണ്ടാണ്, നമ്മുടെ അള്ളാഹു ഏൽപ്പിച്ച കരുണ കൊണ്ടുമാണ്. ഭൂമിയിൽ കരുണ ചെയ്യുന്നവരെ അള്ളാഹു കാത്തിരിക്കുന്നു. ആകാശം നഹ്വ് പഠിച്ചവർക്കറിയാം, കാത്തിരിക്കുന്നു. എപ്പോഴാ വരിക എന്ന് ആലോചിച്ചു കാത്തിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇവിടെ കരുണയില്ലാത്തവർക്ക് അവിടെയും കരുണയില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ മാത്രം കാത്തുകഴിയുന്ന, കേരളത്തിന്റെ മുമ്പിൽ കരുണയുടെ വർഷം ചൊരിഞ്ഞ KMCക്കാർ, അവരുടെ കയ്യിലെ പണം ഒരു ഗവൺമെന്റിലേക്ക് സാധിക്കാത്ത മഹാ അത്ഭുതങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടവർ. ഞങ്ങളുടെ കൊടിയുടെ പിന്നിൽ നിൽക്കുന്നവർ, ഈ പച്ചപ്പടക നെഞ്ചേറ്റി പിടിക്കുന്നവർ. ആ ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല നീ ഒട്ടിക്കുന്ന പോലത്തെ കളർ പോസ്റ്റർ ഒട്ടിക്കാൻ കാഴ്ചക്ക്. ഞങ്ങൾക്കാവില്ല നിന്നെ പോലെ പ്രചണ്ഡങ്ങളുമായ പ്രചരണം നടത്താനുള്ള സോഴ്സ്. പണം, പ്രസിദ്ധീകരണം, വരുന്ന പണം. ഈ പണം ഇസ്ലാമിന്റെ ശത്രുവിൻ്റെതല്ലാതെ ഒരു ഇസ്ലാമിനെ സ്നേഹിക്കുന്നവൻ്റെതല്ലെന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഞങ്ങൾ NDF-കാരനെ എതിർക്കുന്നത് അത് ഇസ്ലാമിനെതിരാണ്, അത് രാജ്യത്തിനെതിരാണ്. ഞാൻ പറയട്ടെ, സഖാവ് പിണറായി വിജയൻ, ഞങ്ങൾ NDF-നെ എതിർക്കുന്നുവെങ്കിൽ, ഞങ്ങൾ BJP എതിർക്കുന്നുവെങ്കിൽ അതിൽ സത്യസന്ധതയുണ്ട്. ഞങ്ങൾക്ക് സത്യസന്ധതയുണ്ട്. ആ സത്യസന്ധത ഉള്ളത് കൊണ്ടാണ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിലെ ഫാഷിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഇത് പറയുമ്പോ എന്താ RSS-നെ എതിർക്കാത്തത്? യൂത്ത് ലീഗ് എന്താ RSS-നോട് പറയാത്തത്? നിങ്ങൾ IB-യുടെ ചാരം എന്നെ കുറിച്ച് പറയാൻ IB-യുടെ ചാരനാണ്. എടോ NDF-കാരാ, ഞാൻ IB-ക്കെതിരെ ഈ ചാരപ്പണി എടുക്കരുത്. ഞാൻ നേരെ പണിയെടുക്കാൻ തയ്യാറാണ്. IB-യിൽ ജോലി കിട്ടിയാൽ. IB പാകിസ്ഥാന്റെ ISI അല്ല, നമ്മുടെ രാജ്യത്തെ സംഘടനയാണ്. അതിനകത്ത് പോയി പണിയെടുക്കാൻ അഭിമാനമേ ഉള്ളൂ. എന്റെ നേതാക്കന്മാരെ പണിയാണ് അന്യ രാജ്യത്തേക്ക് നോക്കി വെള്ളറക്കി നടക്കുന്നത്. ഞാൻ ഈ രാജ്യത്തിലെ പൗരനാണ്. എനിക്ക് ഈ രാജ്യത്തിൽ IB-യിൽ പണിയെടുക്കാൻ ഒരു കുഴപ്പമില്ല. IB-ക്കെതിരെ ചാരപ്പണി നേരെ പണിയെടുത്താൽ പോരെ. എന്നിട്ട് ഞങ്ങൾ ഈ രാജ്യത്തിലെ സംഘപരിവാരത്തെ എതിർക്കുമ്പോ, ഫാഷിസത്തെ എതിർക്കുമ്പോ നീ ചെയ്യുന്ന പണി എന്താണ്? ലീഗിനെ തോപ്പിക്കുക അല്ലേ? മലപ്പുറത്ത് എന്തുണ്ടാക്കി എന്റെ നേതാക്കന്മാർ നടക്കുകയാണ്. എന്നിട്ട് ആരെ തോപ്പിക്കാൻ? ലീഗിന്റെ സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ. എന്നിട്ട് ആർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ? പിണറായി വിജയൻ. നമ്മളെ കച്ചവടം നമുക്കറിയാം. ലീഗിനെ തോപ്പിച്ചാൽ, കോൺഗ്രസിനെ തോപ്പിച്ചാൽ, പിണറായി വിജയന് വോട്ട് കിട്ടിയാൽ ഇന്ത്യ ആര് ഭരിക്കും? പിണറായി ഭരിക്കോ? എങ്കിൽ ഞങ്ങളും വരാൻ കൂടെ, ഞങ്ങളും വരാം. നിങ്ങൾക്ക് കഴിയോ? ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ആര് എന്ന് ചോദിക്കും. കോൺഗ്രസ് കൊണ്ടുവന്ന കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇപ്പോ. പക്ഷെ എന്ന് കരുതി ആ നന്ദി കാണിക്കാവുന്ന അവസരമല്ല രാഷ്ട്രപതിയുടെ പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ വിളിക്കണം ഇന്ത്യയുടെ പ്രസിഡന്റ്. അത് BJP ആയാൽ നിങ്ങൾ പറ. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ആ മുന്നണിയെ രാജ്യത്ത് ജയിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾ ഉൾക്കൊള്ളാതെ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നടക്കുമ്പോ നീ ആരുടെ കൂടെയാണ്? ഫാഷിസ്റ്റുകളുടെ കൂടെയാണ് അല്ലേ? കേരളം രക്ഷപ്പെടേണ്ടത് എവിടുന്നാണ്? കേരള രക്ഷാ മാർച്ച് നടത്തിയല്ലോ നമ്മളുടെ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ. ഏതായാലും അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇന്ത്യ രാജ്യത്തൊന്നുമില്ല, കേരളത്തിലേ ഉള്ളൂ. അസംബ്ലി, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ രക്ഷായാത്രയെ നടത്തേണ്ടത്. നിങ്ങൾക്ക് സംഗതി മനസ്സിലായി. വേറെ പുറത്തൊന്നും രക്ഷിക്കാൻ പറ്റില്ല, കേരളത്തിലെ കാര്യം നോക്കാം. ജാഥ എന്ന് പറഞ്ഞ ഏത് ജാഥ? നമ്മൾ ഒരുപാട് ജാഥ കണ്ടിട്ടില്ലേ? സാധാരണ എല്ലാ ജാഥയും തിരുവനന്തപുരത്തും തുടങ്ങിയിട്ട് കാസർഗോഡ് അവസാനിക്കും, കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് അവസാനിക്കും, അല്ലെങ്കിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തും തുടങ്ങിയിട്ട് എറണാകുളത്ത് അവസാനിക്കും. ഇതെങ്ങനെ തുടങ്ങിയത്? പത്തനംതിട്ടന്ന്, രണ്ടാമത്തെ ദിവസം കാസർഗോഡ്, മൂന്നാമത്തെ ദിവസം ആലപ്പുഴ, നാലാമത്തെ ദിവസം കണ്ണൂർ, അഞ്ചാമത്തെ ദിവസം തിരുവനന്തപുരം. ഒരു അന്തം വിട്ട ജാഥ. എടുക്കാൻ പോടുന്നറിയില്ല. ആളുകൾ ഇങ്ങനെ ബേജാറായി നിൽക്കണം, എയിൽ കൂടെ ജാഥ വരുന്നറിയില്ല. ഈ അന്തം വിടൽ നിങ്ങളുടെ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് എന്തു ചെയ്യണം, ഏതു നിലപാടെടുക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. കേരളം രക്ഷപ്പെടേണ്ടത് ആരിൽ നിന്നാണ്? സഖാവ് പിണറായി വിജയൻ. ഈ ഫാഷിസ്റ്റുകളിൽ നിന്നല്ലേ? നമ്മുടെ നാട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പറയണത് ദൈവത്തിന് വേറെ നാടില്ലാഞ്ഞിട്ടല്ല, ദൈവം അനുഗ്രഹിച്ച ഒരു നാടാണ്. ഈ രാജ്യത്തിന്റെ നിയമസഭയിൽ നമ്മളൊരു ഫാഷിസ്റ്റിനെ കയറ്റിട്ടില്ല. ഈ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയെ, PDP-യെ, NDF-നെ എതിർത്ത് സ്വന്തം സമുദായത്തിനകത്തുള്ള തീവ്രവാദത്തെ തോൽപ്പിക്കുമ്പോ ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ
ഈ അവരുടെ സംഘപരിവാരത്തെ, RSSനെ, ശിവസേനയെ, വിശ്വഹിന്ദു പരിഷത്തിനെ അവർ BJPയെ തോൽപ്പിക്കുന്നു. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ചെയ്യുന്ന ഒരു മാന്യതയുടെ രാഷ്ട്രീയമുണ്ട് കേരളത്തിന്. ആ കേരളം തിരിച്ചു പിടിക്കണമെങ്കിൽ സഖാവ് പിണറായി വിജയ, കേരളം രക്ഷാ മാർച്ച് എന്തിൽ നിന്നാണ് കേരളം രക്ഷപ്പെടേണ്ടത്? വർഗീയതയിൽ നിന്നാണ്, തീവ്രവാദത്തിൽ നിന്നാണ്, ഫാഷിസത്തിൽ നിന്നാണ്. പിന്നെ നിങ്ങൾ എന്താ LDFന്റെ കൂടെ നടക്കുന്നത്? എന്താ അവരുടെ വോട്ട് വാങ്ങുന്നത്? എന്താ നിങ്ങൾ അവരുടെ കൂടെ നടക്കാവുന്നത്? ഇനി കേരളം രക്ഷപ്പെടേണ്ടത് പിന്നെ എവിടുന്നാണ്? അഴിമതിയിൽ നിന്നാണ്. കേരളം രക്ഷപ്പെടേണ്ടത് പരസ്പരം മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന കലാപങ്ങളിൽ നിന്നാണ്. കേരളം രക്ഷപ്പെടേണ്ടത് അവരെ പച്ചക്ക് കൊന്നു തള്ളുന്ന തീവ്രവാദികളിൽ നിന്നാണ്. പിണറായി വിജയനോട് ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രശേഖരന്റെ ചോരയുടെ കറയുള്ള പിണറായി വിജയൻ, ഷുക്കൂറിന്റെ ചോരയുടെ കറയുള്ള CPM കേരളത്തെ ആരിൽ നിന്ന് രക്ഷിക്കും? അഴിമതി എന്ന് പറഞ്ഞാൽ 370 കോടി കട്ടിട്ട് ആരോപണ വിധേയനായ പിണറായി വിജയൻ അഴിമതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ജാഥ നടത്താൻ യോഗ്യനാണോ? നിങ്ങൾക്ക് കേരള രക്ഷാ ജാഥ നടത്താനുള്ള യോഗ്യതയില്ല. അഴിമതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഒന്ന് എടുത്തു നോക്കുക, ഓരോരുത്തരെടുത്ത് പരിശോധിക്കും. ഇപ്പോ എന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ജെയിംസ് MLA. ജെയിംസ് MLAക്കെതിരെ 75 ലക്ഷം രൂപയുടെ അഴിമതി ആരോപണം വന്നു. എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സർ നിങ്ങൾ ഒന്ന് ആ കേസ് ഒന്ന് കോംപ്രമൈസ് ആക്കി, ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയാൽ തരക്കടില്ല. ഞാൻ പറഞ്ഞു, അയാൾ എന്റെ സുഹൃത്താണ്, പക്ഷെ CPM MLA ആണ്, നിങ്ങൾ CPMന് പരാതി കൊടുക്കുക. ഒരു ദിവസം നോക്കുമ്പോ ഒരു പത്രവാർത്ത, ഈ ജെയിംസ് MLAക്കെതിരെ ആന്ധ്ര CPMന് പരാതി കൊടുത്തു. ഞാൻ ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലെ ഇതെന്ത് പരാതി കൊടുക്കലാണ്? ഇയാൾ കേരളത്തിലെ MLA അല്ലേ, കേരളത്തിലെ CPMകാരനല്ലേ, നിങ്ങൾ ആന്ധ്രയിൽ പോയി പരാതി കൊടുത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞങ്ങൾ പരാതിയൊക്കെ CKG സെന്ററിലാണ് കൊടുത്തത്, പക്ഷെ അവര് പറഞ്ഞു 75 ലക്ഷം രൂപയുടെ കേസൊന്നും ഇവിടെ എടുക്കില്ല. കരീമിന്റെ 5 കോടിയുടെ കേസാണ് എടുത്തിട്ടില്ല. ഇവിടെ മിനിമം 370 കോടിന്റെ മേക്കെട്ട് കട്ടാൻ വന്നാൽ മതി എന്നാണ് പാർട്ടി സെക്രട്ടറി 370 കോടി കെട്ടിട്ടുണ്ട്. പിന്നെ താഴെ കേസ് എടുക്കും. ഓരോരുത്തർ നിലവാരത്തിനനുസരിച്ച പാർട്ടി സെക്രട്ടറി 370, എളമരം കരീം സെക്രട്ടേറിയറ്റ് മെമ്പർ 5 കോടി, അങ്ങനെ താഴോട്ട് വന്നാൽ ജില്ലാ മെമ്പർ 75 കോടി, അങ്ങനെ കീപ്പട്ട് വന്നാൽ സഖാക്കളെത്തുമ്പോൾ കിണ്ടി, കൊളാമ്പി, കസാര, ടെലിവിഷൻ തുടങ്ങിയ സാധനങ്ങൾ ഓടും. ഓരോരുത്തരുടെ നിലവാരം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ടോ സഹോദരന്മാരെ? നിങ്ങൾ അഴിമതിയെ കുറിച്ച് കേരളം രക്ഷപ്പെടേണ്ടത് അഴിമതിയിൽ നിന്നാണെങ്കിൽ നിങ്ങളുടെ ജാഥ, നിങ്ങളുടെ മുഖമാരാണ്? ഒന്ന് പിണറായി വിജയൻ, ഒന്ന് എളമരം കരീം, ഒന്ന് EP ജയരാജൻ, എന്തു നല്ല നേതാക്കന്മാരാണ്, ഒന്ന് കൊടിയേരി, ഒന്ന് നമ്മുടെ തോമസ് ഐസക്. അഴിമതിയുടെ കറ പുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ കാണിച്ചു തരാം എവിടെങ്കിലും. അത് മാത്രമല്ല, കക്കാനും നിൽക്കാനും പഠിച്ചോളൂ, ഇല്ലേ? കക്കാനും നിൽക്കാനും പഠിച്ചോളൂ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും. CPMന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് പഴയ പോലെയാണോ? നിങ്ങൾ ഒരുപാട് സമരം നടത്തിയില്ലേ സഖാക്കൾ? ഒരുപാട് സമരം, എത്ര സമരങ്ങൾ നിങ്ങൾ നടത്തി? ആ ഏതെങ്കിലും ഒരു സമരം എന്താ വിജയിക്കാതെ പോയത്? ഞാൻ ഒരു ദിവസം കണ്ണൂരിൽ ഇറങ്ങിയപ്പോ, കണ്ണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പോലീസ് എന്നോട് പറഞ്ഞു, സർ അതിലെ പോകാൻ പറ്റില്ല, നിങ്ങൾ ഈ വഴിക്ക് തിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അവിടെ ഒരു DYSPയെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് CPMന്റെ ഒരു അനിശ്ചിതകാല ഉപരോധമുണ്ട് DIG ഓഫീസിലാണ്. അപ്പൊ ഞാനത് അതുവഴി തിരിച്ചുപോയി. പിറ്റേ ദിവസം ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചാൽ, അല്ല അത് കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കൊള്ളുക. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു ആൾക്കൂട്ടമുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോകുമ്പോൾ, അനിശ്ചിതകാല സമരം പോകുമ്പോൾ, ഒരു ദിവസം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് ഇങ്ങനെ കൊണ്ടുവന്ന് കാണാം, താഴ്ന്ന കാണാം. ഞാൻ ചോദിച്ചു, എന്താ അവിടെ വോളിബോൾ കളിയാണ്. അപ്പൊ വെറുതെ ബോറടിക്ക് ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് വോളിബോൾ കളി. പിറ്റേ ദിവസം കമ്പവലി, 3ാമത്തെ ദിവസം ഷട്ടിൽ ബാറ്റ്. അർത്ഥം അനിശ്ചിതകാല സമയത്ത് ആളെ കിട്ടുന്നില്ല. വേറെ ദിവസം ശ്രീമതി സ്പെഷ്യൽ ഡാൻസ്, ഇതൊക്കെ വെച്ചിട്ട് പരിപാടിയുണ്ട്. ഒരു ദിവസം നിയമസഭയിൽ കോളിംഗ് അറ്റൻഷനും അതല്ലെങ്കിൽ എന്താണ് അവിടെ പിന്നെ കോളിംഗ് അറ്റൻഷനൊന്നുമല്ല, സബ്മിഷനൊന്നുമല്ല, ആഭ്യന്തരമന്ത്രിയോട് കൊടിയേരി എഴുന്നേറ്റ് ചോദിക്കണം. ആഭ്യന്തരമന്ത്രി പറഞ്ഞു, പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാകുമ്പോൾ കൊടിയേരി എഴുതി, സർ കണ്ണൂരിൽ DYSPയെ മാറ്റണമെന്ന് പറഞ്ഞിട്ടൊരു സമരം നടക്കുക. ഒരുപാട് ദിവസമായി സർ, ഈ കണ്ണൂരിൽ കേരളത്തിൽ പല DYSPമാരെ മാറ്റുന്നുണ്ട്, പലയിടത്തുനിന്നും മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റുമ്പോൾ കണ്ണൂരിലെ DYSPയെ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഉടനെ ആഭ്യന്തരമന്ത്രി, അന്ന് തിരുവഞ്ചൂരാണ്, അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ അങ്ങ് നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്, അങ്ങേക്കറിയാം കേരളത്തിൽ DYSP മാത്രമല്ല SP മാത്രമല്ല IG പലപ്പോഴും നമ്മൾ മാറ്റാറുണ്ട്, അങ്ങോട്ട് വെക്കാറുണ്ട്, ഇങ്ങോട്ട് വെക്കാറുണ്ട്, അവരെ പല സ്ഥലത്തും മാറ്റുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു DYSP മാറ്റണമെന്നോ മാറ്റാതിരിക്കണമെന്നോ അല്ലെങ്കിൽ മാറ്റണമെന്നോ നിർബന്ധമോ അങ്ങനെ പ്രത്യേക നിർബന്ധം ഞാൻ കേൾക്കുക. അങ്ങനെ DYSP മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഉടൻ കൊടിയേരി എഴുന്നേറ്റിട്ട്, താങ്കൾ തന്ന ഉറപ്പിന്റെ പേരിൽ ഞങ്ങൾ ആ സമരം പിൻവലിച്ചിരിക്കുന്നു. എന്തുറപ്പടോ?
ഈ പറഞ്ഞത് എന്താ മനസ്സിലായത്? 1.5 കൊല്ലം മുമ്പ് അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് സുകുമാരൻ എന്ന് പറയുന്ന ഡിവൈഎസ്പി ഇരുട്ടിയിലേക്ക് പോയത്. നിങ്ങളുടെ സമരമാണ്. അത് കഴിഞ്ഞ് എത്ര സമരങ്ങൾ, ഏതെല്ലാം സമരങ്ങൾ, നിങ്ങളുടെ പങ്കാളിത്ത പെൻഷൻ, നിങ്ങളുടെ മിച്ചഭൂമി സമരം, തിരുവനന്തപുരത്ത് വമ്പിച്ച സമരം. എന്തായിരുന്നു ആ സമരത്തിന് നമ്മുടെ സഖാക്കളൊക്കെ പോയത്? അജ്ജിന് പോകുന്നവരെ യാത്രയൊക്കെ മാതിരിയാണ്. ട്രെയിനിൽ കയറിയിട്ട് മറ്റുള്ള കണ്ണൊക്കെ തുറക്കാൻ യുദ്ധത്തിന് ഉമ്മൻചാണ്ടിനെ രാജിവെപ്പിച്ച് വരാൻ പോലെ എന്ത് ജാതി പോക്കായിരുന്നു. അവസാനം നിങ്ങൾ തിരിച്ചു വന്നല്ലേ? എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? കക്കൂസില്ലായിരുന്നു അല്ലേ? ടിയാൻമെൻ സ്ക്വയറിൽ കക്കൂസില്ലായിരുന്നു സമരം ചെയ്യുമ്പോൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പൊക്കാനുള്ള 100 കണക്കിന് സമരങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാക്കിയത് കക്കൂസ. നിങ്ങൾ പറ. ഞാൻ ചോദിക്കട്ടെ, മിനിമം കോമൺസ്. നിങ്ങൾ പറഞ്ഞത് ദേശാഭിമാനിയിൽ ഭക്ഷണശാല ഒരുങ്ങി. ഭക്ഷണശാല എങ്ങനെ ഇതിൽ കൂടെ പോയാൽ ഒരു പ്രതിക്രിയ ഉണ്ടാവൂലേ? രണ്ടാമത് അത് കോമൺ സെൻസുകൾക്ക് മനസ്സിലാവൂലേ? നിങ്ങൾക്കറിയില്ല കക്കൂസ് വേണമെന്ന് ആളുകൾക്ക് നേരം വിളിക്കാൻ? നിങ്ങളെ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ സമരം പൊളിഞ്ഞത്? 2 മണിക്കൂർ മുറുക്കി പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഈ സഖാക്കളെയും കൊണ്ട് എന്തുണ്ടാക്കാനാ പറയുകയാ നിങ്ങൾ പോണത് കേരളത്തിൽ? അതിനുപോലും സഖാക്കൾ ബേക്കൂല. പക്ഷെ നമ്മളെ ചില ആളുകൾ പറയും CPM പാഠം പഠിക്കൂല, അനുഭവത്തിൽ നിന്ന് പഠിക്കൂല. അത് ഞാൻ സമ്മതിക്കൂല. കാര്യം എന്താണ്? അവർ അനുഭവത്തിൽ നിന്ന് പഠിച്ചു. തിരുവനന്തപുരത്തെ സമരം പൊട്ടിപ്പോയത് കക്കൂസില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് അവർ രണ്ടാമത്തെ സമരം എന്തായി? നിരാഹാര സമരം. കക്കൂസിന്റെ പ്രശ്നമില്ലല്ലോ, പിന്നെ നിരാഹാര സമരമായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് നമ്മളെ എന്താണ് പിന്നെ MP ജയരാജൻ. അതെ, രണ്ടാമത്തെ ദിവസം ഇതെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ക്ഷീണിച്ചുപോയി. പഴയ സഖാക്കളൊന്നല്ല. കട്ടചായും പരിപ്പോടെയും മാത്രം കുടിച്ച് അതുപോലും കിട്ടാതെ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടിയ ഒളിവിൽ താമസിച്ചിരുന്ന പഴയ സഖാക്കളൊന്നുമല്ല. റേഞ്ച് റോവറിലും ലാൻഡ് റോവറിലും ഒക്കെ യാത്ര ചെയ്യുന്ന EP ജയരാജന്റെ പുതിയ പാർട്ടിയാണ്. അപ്പൊ സ്വാഭാവികമാണ് ആ സമരം അധികകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂല. പക്ഷെ നിങ്ങളുടെ സമരങ്ങൾ അത് മാത്രമല്ലല്ലോ സഖാക്കളെ. ഒരു സമരത്തിന് ആവേശം കൂട്ടാൻ ദേശാഭിമാനി എഴുതിയോ? തിരുവനന്തപുരത്ത് സഖാക്കൾ ഇങ്ങനെ മുറിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കക്കൂസും തെറിഞ്ഞ് ബേജാറായി ഓടുന്ന സമയത്ത് ഒരു നേതാവിന്റെ മോനെ കണ്ടോ അവിടെ? കൊടിയേരിന്റെ മോനെ പിണറായി വിജയൻ. ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു അതിനേക്കാൾ വലിയ കോടീശ്വരനായിരുന്നു. അതാ കാരണം.